3 ദിവസം കൊണ്ട് എംപ്ലോയർ സെലക്ഷൻ നേടിക്കൊടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുവാൻ വേണ്ടി സാധിക്കും. റെഡ്യൂഫ്ലെയറിലെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും എഫിഷ്യന്റ് ആണ്, ക്വാളിറ്റി ഉള്ളതാണെന്ന് സാർ പറയാറുണ്ടല്ലോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റൈപ്പൻഡ് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനി എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്ന രാജ്യത്തേക്കുള്ള യാത്രയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനവധി സംശയങ്ങളുണ്ട്, പല കാര്യങ്ങളുടെ ക്ലാരിറ്റി ആവശ്യമുണ്ട്. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ സംശയങ്ങൾക്കുമുള്ള ക്ലാരിറ്റിയാണ് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ടുള്ളത് എഡ്യൂഫ്ലെയറിന്റെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് KM റോയ് സാറാണ്. സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു അജിത്. ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു സ്വപ്നം, അതിന് 2 ഘട്ടങ്ങളുണ്ടല്ലോ സാർ. ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഒരു ഘട്ടമുണ്ട്, അതിൻ്റെ പ്രോസസ്സിംഗ് ചെയ്ത് ജർമ്മനിലേക്ക് ഫ്ലൈ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പം പേരൻസിനും വിദ്യാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഉള്ളത് എനിക്ക് തോന്നുന്നു 2ാമത്തെ ഘട്ടമായിട്ടുള്ള പ്രോസസ്സിങ്ങുമായിട്ട് സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി തരാമോ? ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ജർമ്മനിയിൽ പോവുക എന്നുള്ളതാണ്. 2 വിധത്തിലുള്ള ആളുകളാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടി വരുന്നത്. ഒന്ന്, ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ജർമ്മനിയിൽ പോയി സൗജന്യമായ പഠനവും സ്റ്റൈപ്പൻഡും ജോലിയും ഒക്കെ നേടുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമിൽ പോകുന്ന വിദ്യാർത്ഥികൾ. 2ാമതൊരു കൂട്ടർ എന്ന് പറയുന്നത് നേഴ്സുമാരാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അവർക്ക് രജിസ്റ്റേർഡ് നേഴ്സായി ജർമ്മനിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമിൽ വരുന്നവരാണ് 2ാമത്തെ കൂട്ടർ. നമുക്ക് ആദ്യം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് 4 മൊഡ്യൂൾ പാസ്സായി ജർമ്മൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നേടുക എന്നുള്ളതാണ് 1ാമത്തെ ഘട്ടം. 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജർമ്മൻ ഹൗസ് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സ് വഴി പ്രോസസ്സിംഗ് വഴി അവർക്ക് സെലക്ഷൻ കിട്ടി ജർമ്മനിയിൽ പോയി ഈ പ്രോഗ്രാമിൽ ചേരുക എന്നുള്ളതാണ് 2ാമത്തെ ഘട്ടം. അപ്പോൾ ഈ ഘട്ടത്തെപ്പറ്റി പലപ്പോഴും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഘട്ടം എന്താണെന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. ജർമ്മൻ ലാംഗ്വേജ് B2 4 മൊഡ്യൂൾ പാസ്സായാൽ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ പോകാൻ വേണ്ടി സാധിക്കില്ല. അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് B2 4 മൊഡ്യൂൾ പാസ്സാവണം. അതോടൊപ്പം ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടെങ്കിൽ മാത്രമാണ് ജർമ്മനിയിൽ പോകാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ജർമ്മനിയിലെ റിക്രൂട്ടറും എംപ്ലോയറും അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകളും അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് എഫക്റ്റീവായി മറുപടി ജർമ്മൻ ഭാഷയിൽ പറയാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാനുള്ള കഴിവില്ലാത്ത ഒട്ടനവധി വിദ്യാർത്ഥികളെ കാണാം. പലപ്പോഴും ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് പരിഭ്രമത്തോടുകൂടി നെർവസ് ആവുന്ന ആളുകളെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നെർവസ് ആവുമ്പോൾ എഫക്റ്റീവായിട്ട് മറുപടികൾ പറയാനുള്ള കഴിവില്ലാതെ ഇരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ചില ആളുകൾ ഷൈയായി ഉത്തരം പറയാതെ തല കുനിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില ആളുകൾ ഓൺലൈൻ വഴിയുള്ള ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അഭാവം മൂലവും അല്ലെങ്കിൽ അവരുടെ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ ക്വാളിറ്റി കുറവ് കൊണ്ടും എഫക്റ്റീവായിട്ട് ഇൻ്റർവ്യൂവിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ ഒരു ഘട്ടവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അപ്പം നമുക്ക് ജർമ്മനിയിൽ പോകാനുള്ള പ്രോസസ്സിങ്ങിൽ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സാവുക എന്നുള്ളതാണ് 1ാമത്തെ ഘട്ടം. ഈ ഘട്ടത്തിന് വിവിധങ്ങളായ സബ് ഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഘട്ടങ്ങൾ വേറെയുണ്ട്. അതായത് ആദ്യമായി ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ റൗണ്ടിൽ കൂടി അവർ പോകണം. അവർ ലാംഗ്വേജ് അസസ്മെൻറ്റിൽ പാസ്സായി എഡ്യൂഫ്ലെയറിൽ വരുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചൊരു വിദ്യാർത്ഥി എഡ്യൂഫ്ലെയറിലേക്ക് പ്രോസസ്സിങ്ങിന് വരികയാണെങ്കിൽ ആദ്യം അവർക്കൊരു ലാംഗ്വേജ് അസസ്മെൻ്റ് ഉണ്ട്. അസസ്മെൻറ്റിൽ അവർ പാസ്സാവണം. 2ാമതായി ഇവിടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ പ്രാക്ടീസ് ക്ലാസ്സുകളിൽ അവർ പങ്കെടുത്ത് ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാനുള്ള കഴിവുള്ളവരായി തീരണം. അതിനുശേഷം ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിലേക്കുള്ള റിക്രൂട്ടർ ലെവലിലുള്ള ഇൻ്റർവ്യൂ അവർ ക്രാക്ക് ചെയ്യണം. അതിനുശേഷം എംപ്ലോയർ ലെവലിലുള്ള ഇൻ്റർവ്യൂ അവർ ക്രാക്ക് ചെയ്ത് അൾട്ടിമേറ്റ്ലി അവരെ സെലക്ട് ചെയ്യണം. ആ സെലക്ഷന് ശേഷം അവർക്ക് ഓഫർ ലെറ്റർ ജർമ്മനിയിൽ നിന്ന് ലഭിക്കണം. ആ ഓഫർ ലെറ്റർ ലഭിച്ചതിന് ശേഷം അവരുടെ വിസ ഡോക്യുമെൻറ്റുകളെല്ലാം തയ്യാറാക്കണം. അവർക്ക് പ്രീ അപ്രൂവലിന് വേണ്ടി CSP പോർട്ടലിൽ അവരുടെ ഡോക്യുമെൻറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്ത് പ്രീ അപ്രൂവൽ കിട്ടണം. അതിനുശേഷം VFSൽ അവർക്ക് വിസ സ്ലോട്ടിന് വേണ്ടി അപ്ലൈ ചെയ്ത് അവരുടെ വിസ ഫയലുമായി VFSൽ പോയി വിസ ലഭിച്ചാൽ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് ജർമ്മനിയിൽ പോകാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രോസസ്സുകളെല്ലാം നടന്നു വരണമെങ്കിൽ ഏകദേശം 6 മാസത്തോളം സമയം എടുക്കും. ഏകദേശം 3 മാസം മുതൽ 6 മാസം വരെയുള്ള ദൈർഘ്യമുള്ളൊരു പ്രോസസ്സാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കടമ്പകളിലൂടെ കടന്നു പോയതിന് ശേഷമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത്. സാർ, എന്തുകൊണ്ട്
ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് എഡ്യൂഫ്ലെയർ പോലത്തെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി ത്രൂ തന്നെ ചെയ്യണം? എഡ്യൂഫ്ലെയറിൽ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിങ് 2 വിധത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് നടത്തുന്നത്. ഒന്ന്, നമ്മുടെ ക്യാമ്പസിൽ തന്നെ പഠിച്ചു പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള പ്രോസസ്സ് എഡ്യൂഫ്ലെയറിൽ ചെയ്യുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി സംസാരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന കാരണം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന കാലയളവിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാവുന്നൊരു കാര്യമായതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി കൂടുതലായി പറയേണ്ടതില്ല. രണ്ടാമതായിട്ട് ഔട്ട് കാൻഡിഡേറ്റ്, അതായത് എഡ്യൂഫ്ലെയറിൽ പഠിക്കാതെ മറ്റ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി വരുന്ന വിദ്യാർത്ഥികളുടെ പ്രോസസ്സിങ്ങും എഡ്യൂഫ്ലെയറിൽ ചെയ്യുന്നുണ്ട്. അപ്പം ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്തുകൊണ്ട് എഡ്യൂഫ്ലെയറിൽ നിങ്ങളുടെ പ്രോസസ്സിങ് ചെയ്യണമെന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, പുറത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു വരുന്ന ഒട്ടനവധി വിദ്യാർത്ഥികളുടെ പ്രോസസ്സിങ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും ഒരു പ്രാവശ്യം പല സ്ഥലത്തും പ്രോസസ്സിങ്ങിന് വേണ്ടി ഫയൽ കൊടുത്ത് പരാജയപ്പെട്ടതിന് ശേഷമാണ് എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരുന്നത്. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും അവരെ എംപ്ലോയർ തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ ജർമ്മനിയിലേക്ക് പ്രോസസ്സിങ് ചെയ്യുന്ന ഏജൻസികൾക്ക് ഒരു എംപ്ലോയർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ ആ എംപ്ലോയർ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ആ സ്ഥാപനത്തിന് സാധിക്കാത്തത് മൂലം വിദ്യാർത്ഥികളുടെ ഒരു ഇൻടേക്ക് നഷ്ടപ്പെടുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. മറ്റ് അനവധി കാരണങ്ങൾ, പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ വിസ പ്രോസസ്സിനുള്ള ആപ്ലിക്കേഷനുകൾ ഫില്ല് ചെയ്യാനുള്ള അറിവില്ലായ്മ, CSP പോർട്ടലിനെ പറ്റിയുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ടും വിദ്യാർത്ഥികൾക്ക് ഒന്നെങ്കിൽ ഓഫർ ലെറ്റർ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വിസ നിഷേധിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ഒരു അറ്റംപ്റ്റ് പരാജയപ്പെട്ടതിന് ശേഷമാണ് എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരുന്നത്. അപ്പം എനിക്ക് മാതാപിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചു പാസ്സായത് ജർമ്മനിയിൽ പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പം അതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്ന അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ കഴിയുന്ന ഉറപ്പുള്ള ഒരു സ്ഥാപനത്തിൽ വേണം നിങ്ങളുടെ പ്രോസസ്സിങ്ങിൻ്റെ ഫയലുകൾ ഏൽപ്പിക്കാൻ വേണ്ടി. അതിന് ശക്തമായ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ഒരു സ്ഥാപനമായിരിക്കണം. അതിനെപ്പറ്റി കൃത്യമായ അറിവുള്ള ഒരു സ്ഥാപനമായിരിക്കണം. ധാരാളം വിദ്യാർത്ഥികളെ ഓരോ ഇൻടേക്കുകളിലും ജർമ്മനിയിലേക്ക് അയക്കാൻ കഴിവുള്ള ഒരു സ്ഥാപനമായിരിക്കണം നിങ്ങളുടെ ഫയൽ ഏൽപ്പിക്കുന്ന സ്ഥാപനം. പലപ്പോഴും വിദ്യാർത്ഥികളും മാതാപിതാക്കളും അവിടെ ഫീസ് കുറവുണ്ട്, ഇവിടെ ഫീസ് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് യാതൊരു വിധത്തിലും ഉത്തരവാദിത്വമില്ലാത്ത, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ട് ഫയലുകൾ കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ലക്കിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒത്താൽ പോകാം എന്ന് മാത്രമേ ഇത്തരം സ്ഥലങ്ങളിൽ ഫയൽ കൊടുക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കാരണം പലപ്പോഴും ഇവർക്ക് ഒന്നിലധികം എംപ്ലോയർ അവരുടെ കൈവശം ഉണ്ടാവത്തില്ല. അതിൻ്റെ പ്രോസസ്സുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ അവർക്കുണ്ടാവില്ല. ഈ പ്രോസസ്സുകൾ നടത്തി കൊടുക്കുന്ന CSP VFS എന്ന് പറയുന്ന സ്ഥാപനങ്ങളെ പറ്റിയൊക്കെയുള്ള അറിവുകൾ ഇത്തരം ആളുകൾക്ക് വളരെ കുറവായിരിക്കാം. പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഈ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ കൊടുക്കാനുള്ള കഴിവുകൾ ഈ സ്ഥാപനങ്ങൾക്കുണ്ടാവില്ല. ശക്തമായൊരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അത്തരത്തിൽ ക്വാളിറ്റിയുള്ള അധ്യാപകരുള്ളൊരു സ്ഥാപനത്തിന് മാത്രമേ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ മറ്റും കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അവർ വിദ്യാർത്ഥികളിൽ നിന്ന് ലംസമായ ഒരു പണം വാങ്ങി അവരെ കുടുക്കിയിട്ട് ഒത്താൽ പോകാം എന്നുള്ള വിധത്തിലാണ് പലപ്പോഴും ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എഡ്യൂഫ്ലെയർ പോലെയുള്ള ക്വാളിറ്റിയുള്ള 100% ഉറപ്പുള്ള ഒരു സ്ഥാപനത്തിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി നിങ്ങളുടെ ഫയലുകൾ നൽകേണ്ടതുണ്ട്. സർ, എഡ്യൂഫ്ലെയറിലെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും എഫിഷ്യൻ്റ് ആണ്, ക്വാളിറ്റി ഉള്ളതാണെന്ന് സാർ പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്? എഡ്യൂഫ്ലെയറിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് എഡ്യൂഫ്ലെയറിൻ്റെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും മികച്ചതും ക്വാളിറ്റി ഉള്ളതാണെന്ന് ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷെ അത് 100% വിശ്വസിക്കാനുള്ള സാധ്യതയില്ല. കാരണം എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ല അവനവൻ്റെ സ്ഥാപനം വളരെ മികച്ചതാണ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി വിചാരിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിത് ശരിയാണെന്ന് വിശ്വസിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 3 വർഷമായി ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിൽ എഡ്യൂഫ്ലെയറിൽ 100% വിസ സക്സസ് റേറ്റ് ഉള്ള സ്ഥാപനമാണ്. അതായത് ഇവിടെ പ്രോസസ്സിന് വേണ്ടി ഫയലുകൾ മൂവ് ചെയ്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജർമ്മൻ ഹൗസ് ബിൽഡിങ്ങിന് വിസ കിട്ടി പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എഡ്യൂഫ്ലെയറിൽ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിന് നൽകിയ ഒരു വിദ്യാർത്ഥിക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടി
3 ദിവസം കൊണ്ട് എംപ്ലോയർ സെലക്ഷൻ നേടിക്കൊടുക്കാൻ എഡ്യൂഫ്ലെയറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ പേരും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലുള്ള എഡ്യൂഫ്ലെയറിൻ്റെ പോസ്റ്ററുകളും എല്ലാം നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. മൂന്നാമതായിട്ടൊരു കാര്യം, എഡ്യൂഫ്ലെയറിൽ നിന്ന് പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് 1,83,000 രൂപ സ്റ്റൈപ്പൻഡ് നേടിക്കൊടുക്കാൻ എഡ്യൂഫ്ലെയറിന് സാധിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള എംപ്ലോയറിലേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഒക്കെയാണ് എഡ്യൂഫ്ലെയറിൽ നിന്ന് വിദ്യാർത്ഥികളെ വിടുന്നത്. ഏറ്റവും ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് അവിടേക്ക് വിദ്യാർത്ഥികളെ അയക്കുക എന്നുള്ളതും ടയർ 1 സിറ്റിയോ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുക എന്നുള്ളതുമാണ് എഡ്യൂഫ്ലെയറിൻ്റെ ലക്ഷ്യം. അതായത് ക്വാളിറ്റി ഫോക്കസ് ചെയ്തിട്ടാണ് എഡ്യൂഫ്ലെയർ വർക്ക് ചെയ്യുന്നത്. 100% വിദ്യാർത്ഥികൾക്കും വിസ സക്സസ് റേറ്റ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം ക്വാളിറ്റിയുള്ള പ്രോസസ്സിംഗ് ഉള്ള ഒരു സ്ഥാപനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 3 ദിവസം കൊണ്ട് എംപ്ലോയർ സെലക്ഷൻ നേടിക്കൊടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ശക്തമായൊരു പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുവാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റൈപ്പൻഡ് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതൊരാൾ പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എഫക്റ്റീവായി പ്രോസസ്സ് ചെയ്യാൻ എഡ്യൂഫ്ലെയറിന് സാധിക്കും എന്നുള്ളതിന് ഉത്തരമാണത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എഡ്യൂഫ്ലെയറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ജർമ്മനിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് ഏറ്റവും ക്വാളിറ്റിയുള്ള ലാംഗ്വേജ് പഠനവും അതോടൊപ്പം ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. എഡ്യൂഫ്ലെയറിൻ്റെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഏറ്റവും സുശക്തമായി വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ നിങ്ങളുടെ ഫയലുകൾ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പിന്നീട് വീട്ടിലിരിക്കാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജർമ്മൻ ഭാഷ പാസ്സായി വരുന്ന ഒരാൾക്ക് പ്രോസസ്സിങ്ങിന് എത്ര സമയം എടുക്കും സർ? ഇത് ശരിയായൊരു ചോദ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും കുട്ടികളും മാതാപിതാക്കളും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു മേഖലയാണിത്. പല ആളുകളും പരസ്യം ചെയ്യുന്നത് കാണാം, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി 2 മാസം കൊണ്ട് ജർമ്മനിയിൽ പോകാം, 1.5 മാസം കൊണ്ട് പോകാം എന്നൊക്കെയുള്ള പരസ്യങ്ങൾ പലപ്പോഴും ആളുകളെ വഴിതെറ്റിക്കുന്ന ഒന്നാണെന്ന് വിചാരിക്കുന്നു. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ലെങ്തി പ്രോസസ്സാണ്. ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഒരു വിദ്യാർത്ഥി ജർമ്മനിയിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് അവർക്ക് ലാംഗ്വേജിൽ സ്കില്ലുണ്ടാവണം. ആ സ്കില്ല് പല ഘട്ടങ്ങളിലായി പരിശോധിക്കപ്പെടുന്നുണ്ട്. അതായത് ജർമ്മനിയിലെ റിക്രൂട്ടർ അവരുടെ ലാംഗ്വേജ് അനുസരിച്ചുള്ള ഇൻ്റർവ്യൂ അവർക്ക് നടത്തും. അവർ സെലക്ട് ചെയ്യണം. അതിനുശേഷം എംപ്ലോയർ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ട്, അതിൽ സെലക്ഷൻ നടക്കണം. അതിനുശേഷം ജർമ്മനിയിൽ നിന്ന് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടണം. ആ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം വിസ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കണം. വിസ ഡോക്യുമെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞ് CSP പോർട്ടലിൽ പ്രീ അപ്രൂവലിന് വേണ്ടി അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് പ്രീ അപ്രൂവൽ കിട്ടണം. അതിനുശേഷം നമുക്ക് വിസയ്ക്ക് വേണ്ടി VFSൽ പോകണം, ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം, അവിടുന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് വരണം. ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം പോയാലേ ഒരു വിദ്യാർത്ഥിക്ക് പലപ്പോഴും ഈ പ്രോസസ്സ് എൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ജർമ്മൻകാർ ഇന്ന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നാളെ പാസ്സാക്കി മറ്റന്നാൾ വിടുന്ന പരിപാടിയില്ല. അവർ ഓരോ ഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈമുകൾ അവരെടുക്കാറുണ്ട്. ഒരു പക്ഷേ ഒരു സ്ഥാപനത്തിൽ പഠിക്കാനുള്ള മുഴുവൻ കുട്ടികളുടെ ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷമായിരിക്കും അവർ ഓഫർ ലെറ്റർ റിലീസ് ചെയ്യുന്നത്. അതിന് ചിലപ്പോൾ 2 മാസത്തോളം ചിലപ്പോൾ സമയം എടുത്തു എന്ന് വരാം. പലപ്പോഴും നമ്മൾ CSP പോർട്ടലിലെ പ്രീ അപ്രൂവലിന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് കാലതാമസം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ VFSലും വിസ സ്ലോട്ട് കിട്ടാനായിട്ടുള്ള കാലതാമസം ഉണ്ടാവാറുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ ഈ പ്രോസസ്സിൻ്റെ ദൈർഘ്യം കൂട്ടുന്ന കാരണങ്ങളാണ്. നമുക്ക് ചുരുക്കമായി പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു വിദ്യാർത്ഥി ഒരു ഇൻടേക്കിൻ്റെ 4 മാസം മുതൽ 6 മാസം മുൻപേ പാസ്സാവുന്ന ലാംഗ്വേജ് പാസ്സാവുന്ന ഒരാൾക്കാണ് ആ പർട്ടിക്കുലർ ഇൻടേക്കിൽ പോകാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സെപ്റ്റംബർ ഇൻടേക്ക് ഒരു വിദ്യാർത്ഥി ജർമ്മനി പോകാൻ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ആ സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളായിരിക്കും പൊതുവെ സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയുന്നത്. ആ സെപ്റ്റംബറിൻ്റെ 4 മാസം മുൻപേ എങ്കിലും ലാംഗ്വേജ് പാസ്സായി വരുന്ന ഒരാൾക്കാണ് ആ സെപ്റ്റംബർ ലക്ഷ്യം വെക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാൻ ഒരു വിദ്യാർത്ഥി ഓഗസ്റ്റിലോ ജൂലൈ അവസാനമോ ഒക്കെ പാസ്സായി ഫയൽ കൊണ്ട് വന്നാൽ അവർക്ക് ആ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർക്ക് പിന്നത്തെ മാർച്ച് ഇൻടേക്കിലാണ് പൊതുവെ പോകാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം നമുക്ക് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിന് 4 മാസം മുതൽ 6 മാസത്തെ കാല ദൈർഘ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. വിദ്യാർത്ഥികൾ ഒരു പർട്ടിക്കുലർ ഇൻടേക്കിൽ പോകണമെങ്കിൽ ആ ഇൻടേക്കിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് 4 മാസം മുമ്പെങ്കിലും ലാംഗ്വേജ് പാസ്സായ സർട്ടിഫിക്കറ്റുമായി വന്നാൽ മാത്രമാണ് ആ ഇൻടേക്കിൽ അവർക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ അല്ലെ പേരൻറ്റിനെ സംബന്ധിച്ച് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പ്രോസസ്സുകളൊക്കെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ? അതോ എഡ്യൂഫ്ലെയർ പോലത്തെ ഒരു കൺസൾട്ടൻസി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടാവില്ലേ? ഞാനിതൊരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്.
ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പഠിച്ചു പാസ്സായാൽ മാത്രം പോരാ, അവർക്ക് ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് എംപ്ലോയറുടെയും റിക്രൂട്ടറുടെയും ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് അവരെ സ്വായത്തമാക്കണമെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതൊരു കാര്യം കൂടിയുണ്ട്, അവർക്ക് എഡ്യൂഫ്ലെയറിൽ നിന്ന് നൽകുന്ന ഡോക്യുമെൻറ്റുകൾ VFSൽ വിസയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകണം എന്നുള്ളൊരു കാര്യം. ബാക്കി എല്ലാ കാര്യവും എഡ്യൂഫ്ലെയർ ചെയ്തു കൊടുക്കും. നിങ്ങളുടെ പ്രോസസ്സിങ്ങിനെ പറ്റിയോ നിങ്ങളുടെ ഫയൽ തയ്യാറാക്കുന്നതിനെ പറ്റി ഒന്നും നിങ്ങൾ ആലോചിക്കുകയോ ആകുലപ്പെടേണ്ടതോ ചെയ്യേണ്ടതില്ല. നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ എന്ന് പറയുന്നത് ലാംഗ്വേജ് എഫക്റ്റീവായിട്ട് പഠിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാക്കുക എന്നത് മാത്രമാണ്. അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും എഡ്യൂഫ്ലെയറിൽ നിന്ന് ചെയ്തു നൽകും. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളെ എല്ലാവരെയും ഞാൻ എഡ്യൂഫ്ലെയറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എഡ്യൂഫ്ലെയർ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കും. താങ്ക് യു സോ മച്ച്.